നിങ്ങളുടെ കയ്യിൽ 7000 രൂപയുടെ ആഡ് ബഡ്ജറ്റ് ആണ് ഉള്ളതെങ്കിൽ അത് എങ്ങനെ സ്പെൻഡ് ചെയ്ത് മാക്സിമം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ, പിന്നീട് ആവശ്യം വരും. ഇവിടെ നമ്മൾക്ക് 2 സിനാരിയോ ആണ് ഉള്ളത്. സിനാരിയോ 1-ൽ 1000 rupees പെർ ഡേ വെച്ച് 7 ഡേയ്സിലേക്ക് സ്പെൻഡ് ചെയ്യാം. സിനാരിയോ 2-ൽ 300 to 325 rupees പെർ ഡേ വെച്ച് 21 ഡേയ്സിലേക്ക് സ്പെൻഡ് ചെയ്യാം. ഇതിൽ ഏത് സിനാരിയോയിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ഓർ ലീഡ് ജനറേഷൻ കിട്ടുക എന്ന് നമുക്ക് നോക്കാം. ഇതൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ Tier 1, Tier 2, Tier 3 സിറ്റീസ് ഉണ്ട്. അതിൽ Tier 1 സിറ്റിയെ ബാംഗ്ലൂർ എടുക്കാം. ഇവിടെ എനിക്ക് 1.5 crore ടിക്കറ്റ് സൈസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് സെല് ചെയ്യേണ്ടത്. ഇനി നമുക്ക് Tier 2 സിറ്റിയെ കാലിക്കറ്റ് എടുക്കാം. ഇവിടെയും ഞാൻ സെല് ചെയ്യാൻ നോക്കുന്ന പ്രോപ്പർട്ടിയുടെ ടിക്കറ്റ് സൈസ് 1.5 crore ആണ്. കറന്റ്ലി ബാംഗ്ലൂരിൽ കോമ്പറ്റീഷൻ ഹയർ ആയതുകൊണ്ട് അഡ്വർടൈസ്മെന്റ്സ് ഹയർ ആണ്. സോ ലീഡ് ജനറേഷൻ കോസ്റ്റും ഹയർ ആയിരിക്കും. അതേസമയത്ത് കാലിക്കറ്റിൽ കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കുറവായതുകൊണ്ടും അഡ്വർടൈസ്മെന്റ്സ് ലോവർ ആണ്. സോ ലീഡ് ജനറേഷൻ കോസ്റ്റും ലോവർ ആയിരിക്കും. ഇനി ബാംഗ്ലൂരിൽ ഞാൻ 300 rupees പെർ ഡേ സ്പെൻഡ് ചെയ്താൽ ഇംപ്രഷൻ ലോവർ ആയിരിക്കും, ടൈമും വേസ്റ്റ് ആകും. ആൻഡ് കാലിക്കറ്റിൽ 1000 rupees സ്പെൻഡ് ചെയ്താൽ ഇംപ്രഷൻ ഹയർ ആയിരിക്കും, ഫണ്ടും വേസ്റ്റ് ആകും. സോ നമ്മൾക്ക് വേണ്ട റിസൾട്ട് കിട്ടില്ല. ബട്ട് ഹൗ മച്ച് ഇസ് ഇറ്റ് ഇനഫ് ഫോർ എ പർട്ടിക്കുലർ ഏരിയ? ഇത് നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് തരാം. Tier 1 സിറ്റീസിൽ 800 to 1200 rupees പെർ ഡേ ബഡ്ജറ്റ് ഇടാം. അതേ സമയത്ത് Tier 2 or Tier 3 സിറ്റീസ് ആണെങ്കിൽ 200 to 400 rupees പെർ ഡേ സ്പെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇനീഷ്യൽ ആഡ് ബഡ്ജറ്റ്. ഈ വീഡിയോ ഓൺടർപ്രണേഴ്സിന് വളരെ യൂസ്ഫുൾ ആണ്. സോ നിങ്ങൾക്കറിയാവുന്ന ഓൺടർപ്രണേഴ്സിന് ഇത് ഷെയർ ചെയ്യും.